നമസ്കാരം. ഞാൻ കലാമോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. കുറേ നാളായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമെങ്കിലും എഴുതുന്ന അത്ര എളുപ്പമല്ല. നമ്മൾ മറ്റുള്ളവർക്ക് ആകർഷകമാകുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് എന്താ പറയുക, കഠിനമായ ഒരു പ്രോസസ്സ് തന്നെയാണെന്ന് വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വീഡിയോ ചെയ്ത് തുടങ്ങിയത് എത്രയോ നാൾ മുമ്പാണെന്നറിയാമോ? ഏതാണ്ട് 2020 തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ നിൽക്കുക. ഞാനതിലങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. മോണിറ്റൈസേഷൻ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലോട്ടൊന്നും ഞാൻ കടക്കാറില്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ എനിക്ക് തോന്നുന്നൊരു സമയം, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തിനെക്കുറിച്ചിട്ടാണ് പറയേണ്ടത്, എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ആലോചിക്കും. പലരും ചില ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. മാറിപ്പോയി എന്ന സെൻസ് അവരുദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആൾക്കൂട്ട ബഹളങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ ഞാൻ കുറേയേറെ എൻ്റെ രീതികളും എൻ്റെ താല്പര്യങ്ങളുമൊക്കെ മാറി മറിഞ്ഞു. ഒരുപക്ഷെ എൻ്റെ ആ മാറിമറിച്ചിലുകളിൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കടന്നുപോയ ജീവിതം എന്താണെന്നറിയണം, ഞാൻ പിന്നിട്ട വഴികൾ എന്താണെന്നറിയണം, ഞാൻ മുങ്ങിത്താഴ്ന്ന ആഴങ്ങളിൽ എന്താണെന്നറിയണം. അതൊന്നും ഒരുപക്ഷെ പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. എൻ്റേതൊന്നും വലിയൊരു കഥയൊന്നുമല്ല. പക്ഷേ സഹനത്തിൻ്റെ പാരമ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വിഭിന്നമാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ചില ഇൻസിഡൻസ് ഉണ്ടായത് എന്നെ ഒരുപാട് മാറ്റിമറിച്ചു. 2018 എൻ്റെ ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറിയത് എങ്കിലും 2020 അവസാനം 21, 22 ഏറ്റവും മോശം കാലമായിരുന്നു എന്ന് പറയാം. ആ കാലങ്ങളിൽ ഞാൻ കഴിവതും പ്രൈവറ്റ് കൺസൾട്ടേഷൻ എടുത്തിരുന്നില്ല. ഞാൻ പാർട്ട് ടൈമായിട്ട്, ഞാൻ ഒരിക്കലും ഒരു ഫുൾ ടൈം കൗൺസിലർ ആയിരുന്നില്ല. കോളേജസിൽ പാർട്ട് ടൈമായിട്ട് ജോലി നോക്കിയിരുന്ന ഒരു കോളേജും, പിന്നെ ബാക്കി എന്തെങ്കിലും ക്ലാസ്സസ് ആയിട്ട്, അതായത് ഒരു ഫുൾ ഡേ ക്ലാസ്സസ് അല്ലാതെ ക്ലയൻസിനെ നേർക്ക് നേർ ഉള്ള ഇൻട്രാക്ഷൻസ് വളരെയധികം ഞാൻ കുറച്ചിരുന്നു 2021 കാലഘട്ടങ്ങളിൽ. അതിന് ഒരു കാരണമുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടവർ വീണ്ടും വീണ്ടും കേൾക്കുന്നെങ്കിൽ ക്ഷമിക്കുക. ഞാൻ മോളുമായിട്ട് നാടും വീടുമൊക്കെ വിട്ടിറങ്ങി വന്നത് വിവാഹമോചനവും അതിനോടനുബന്ധിച്ച കേസുകളും വേണ്ട എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിലാണ്. തീർച്ചയായും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിൽ വിഷമമുണ്ട്. കാരണം അവരെനിക്ക് സ്നേഹത്തോടെ തന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വീണ്ടെടുക്കണമെങ്കിൽ ഞാൻ കോടതി കയറണം. ഞാൻ മാത്രമല്ല കോടതി കയറേണ്ടത്, ചിലപ്പോൾ എൻ്റെ മകളും കയറേണ്ടി വരും. അപ്പം ആ ഒരു ഞാനാണല്ലോ അവളെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത്. അത്രയുമെങ്കിലും ന്യായം, അത്രയെങ്കിലും നീതി അവളോട് പുലർത്തണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഓടിയെത്തിയത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലോട്ടാണ്. കാരണം വേറെ എങ്ങോട്ടും തിരിയാനല്ല, പ്രൊഫഷനിലോട്ട് ആഴ്ന്നിറങ്ങാനാണ് അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞത്. കർമ്മമാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരൊറ്റ ഇതിൽ മുറുക്കിയാണ് ഞാൻ നിന്നത്. അപ്പോൾ ആ ജോലി ഞാൻ വളരെ ആസ്വദിക്കാൻ കാര്യം കുട്ടികളാണല്ലോ. എനിക്ക് പിള്ളേരെ വലിയ ഇഷ്ടമാണ്. കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ടീനേജ് കുട്ടികളെ ഞാനൊരു ഒറ്റപ്പെട്ട ആളായിരുന്നു എൻ്റെ കൗമാരത്തിൽ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആർക്കും അടുക്കാൻ തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നില്ല എൻ്റെത്. അതുകൊണ്ടാണ്, ആരുടെയും കുറ്റമല്ല, എൻ്റെ മാത്രം കുറവ് കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ട് തന്നെ ടീനേജുകാരുടെ പ്രശ്നം, അല്ലെങ്കിൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവും. അവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അവിടെ അഭയം പ്രാപിച്ചു എൻ്റെ പാർട്ട് ടൈമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. പിന്നീടാണ് ഞാൻ ശരിക്കും 10 വർഷം അവിടെ നിന്നു. 10 വർഷം ആ ഒരൊറ്റ കോളേജിൽ മാത്രം ഞാൻ പാർട്ട് ടൈം ചെയ്തു. ബാക്കി എല്ലായിടത്തും കുറച്ച് വർഷങ്ങളാണെങ്കിൽ ഈ കോളേജിൽ ഞാൻ 10 വർഷത്തോളം നിന്നു. അപ്പോൾ 10 വർഷത്തിൻ്റെ ആ ഒരു
കോവിഡ് കഴിഞ്ഞുള്ള ഒരു കാലം വന്നപ്പോൾ എൻ്റെ മകളെയും ഞാൻ ആ കോളേജിൽ ചേർത്തു. കോളേജിൽ ചേർക്കാനായിട്ട് മകളെ കോളേജിൽ ചേർക്കാനായിട്ട് എത്തിയപ്പോൾ ഞാൻ ഓർക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ആണെങ്കിലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവിടുത്തെ കൗൺസിലർ, അപ്പോൾ ഏറ്റവും എളുപ്പമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോഴൊക്കെ എന്നെ ഞാൻ പോലും വിചാരിക്കാതെ എന്നെ പുറത്തുനിന്ന് സഹായിക്കാൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അവൾക്ക് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കോളേജിൽ പോകുന്നു. എനിക്ക് ആക്ച്വലി 3 ദിവസം പോയാൽ മതി. പക്ഷേ എൻ്റെ മകളുള്ളത് കൊണ്ടും എനിക്ക് കോളേജ് ഇഷ്ടമായത് കൊണ്ടും ഞാൻ ഫുൾ ഡേയ്സ് അവിടെ പോകുന്നു. അതിനകത്തിൽ ഞാൻ പൈസ അതൊന്നുമല്ല, എനിക്ക് ആ അറ്റ്മോസ്ഫിയർ എൻ്റെ വ്യക്തി ജീവിതവുമായിട്ട് ഒന്നും അവിടെ മീൻസ് ഓർമ്മകളൊന്നും വരരുത്. ഫുള്ളി മോള് എൻ്റെ പ്രൊഫഷണൽ ലൈഫ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബ്ലീഡിങ്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് താളം തെറ്റാൻ തുടങ്ങി. നമ്മൾ എത്രയൊക്കെ ടെൻഷൻ മറച്ച് വെച്ചാലും അടക്കി വെച്ചാലും ശരീരം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പ്രതികരിക്കും. അപ്പോൾ പ്രഷറിൻ്റെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഭയങ്കരമായിട്ടും കൂടാൻ തുടങ്ങി. ആ സമയം എന്നാലും ഓക്കെ, ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് എന്താ പറയുക, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ അടുത്തൊരു കംപ്ലൈൻറ്റ് വന്നു. അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ഗസ്റ്റ് അധ്യാപകനെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു അധ്യാപകനെതിരെ വന്ന കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഇത് പരിഹരിക്കുന്നത്? അപ്പം അതുവരെ എൻ്റെ ക്യാബിൻ എന്ന് വെച്ചാൽ ടീച്ചേഴ്സുമായിട്ട് ആക്സസ് ഉള്ള ഒന്നല്ല. ആക്ച്വലി അങ്ങനെയാണ് വേണ്ടത്. ഇത് കാണുന്ന ഏതെങ്കിലുമൊക്കെ അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ കോളേജസിലോ കൗൺസിലിംഗ് സെല്ലോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്കത് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സ്റ്റാഫ് റൂമുമായിട്ട് കണക്റ്റഡ് ആവരുത്. എൻ്റെത് എപ്പോഴും മാറി തന്നെയായിരുന്നു കൗൺസിലിംഗ് സെല്ല്. പക്ഷേ ആ വർഷം മാനേജ്മെൻറ്റ് അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വൈസ് പ്രിൻസിപ്പളിൻ്റെ ക്യാബിനും എൻ്റെ ക്യാബിനും കൂടെ ഇങ്ങനെ കൊണ്ടുവച്ചു. 2 പേർക്കും കൂടി ഒരു കോറിഡോറും. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഏത് കേസും അപ്പുറത്ത് കേൾക്കാം. അപ്പം ഞാൻ പതുക്കെ സംസാരിക്കും. അപ്പോൾ അപ്പുറത്തെ ഒരു ഓളത്തിൻ്റെ ഇടയ്ക്ക് ഒബ്വിയസ്ലി വൈസ് പ്രിൻസിപ്പളിൻ്റെ ക്യാബിനാണ്, എപ്പോഴും ആളുകളുണ്ടാവും. എനിക്കിപ്പുറത്തിരുന്ന് അത് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് പരാതിപ്പെടേണ്ടത് ആരോട്? പരാതിയായിട്ട് വരും. എന്ത് പറഞ്ഞാലും പരാതിയായിട്ട് വരും. അതുവരെയുള്ള എൻ്റെ ആ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ സത്യം ആ മണ്ണിനൊരു പുണ്യമുണ്ട്. അപ്പം ഞാൻ ഓരോ ദിവസവും ആ മണ്ണിൽ തൊടുമ്പോൾ ഭഗവാനെ എന്ന് വിളിച്ചാണ് ഞാൻ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു പരാതി, എനിക്ക് പേടിയാണ്. കാരണം എന്ത് പറഞ്ഞാലും പരാതിയായിട്ട് പോയാൽ അത് പിന്നെ അത് ശരിയാവില്ല. അപ്പം അതുവരെ വൈസ് പ്രിൻസിപ്പളും ഞാനും തമ്മിൽ ശത്രുതയൊന്നുമില്ല. അവർക്ക് എന്നെ കാര്യമാണെന്ന് ഞാൻ ധരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗസ്റ്റ് ലെക്ചറിനെതിരെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വൈസ് പ്രിൻസിപ്പളിൻ്റെ ക്യാബിൻ മറികടന്നു അങ്ങേ അറ്റത്തുള്ള മാനേജറിൻ്റെ മുറിയിൽ ഈ കംപ്ലൈൻറ്റ് കൊണ്ടു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഡയറക്ടറായിട്ടുള്ള മാഡം മറ്റു പലരും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു പലരും, വിശുദ്ധ കുപ്പായത്തിനുള്ളിൽ നിൽക്കുന്നവരും അല്ലാത്തവരും ഒക്കെ എന്നോട് പറഞ്ഞു, കലേ എന്നെ ഇതിൽ പിടിച്ചിടരുത്. ശരി, ഞാൻ ആരെയും പിടിച്ചിട്ടില്ല. എൻ്റെ പരാതി തന്നെ അവിടെ വെച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആ അധ്യാപകനെ ഞാൻ നേരിട്ട് മീൻസ് 1-2 വട്ടം കണ്ടപ്പോഴൊക്കെ വളരെ പൊളൈറ്റായിട്ട് എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഈ പരാതി എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സോ ഞാൻ കൊടുത്തു. അത് അദ്ദേഹത്തിനെ പുറത്താക്കി. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എനിക്ക് ഉറപ്പാണ് എൻ്റെ മാത്രം പരാതിയുടെ ബേസിലല്ല, എൻ്റെ പരാതിയുടെ ബേസിലല്ല. ഓൾറെഡി അവിടെ അതിനൊരു
കുലുക്കം സംഭവിച്ചിരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന്. പക്ഷേ വന്നപ്പോൾ കൗൺസിലറുടെ പരാതിന്മേൽ എന്നായി. അപ്പോൾ പെട്ടെന്ന് ഒരധ്യാപകരും എല്ലാവരും എല്ലാ ക്യാമ്പസിലും അധ്യാപകരെപ്പോഴും ഒറ്റക്കെട്ടൊന്നുമല്ല, അങ്ങനെയൊക്കെ സ്പാർക്ക് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ഔട്ട്സൈഡർ, ഒരു പെർമനൻറ്റ് സ്റ്റാഫ് അല്ലാത്ത ഒരാൾ, അതും ഒരു അതേ കമ്മ്യൂണിറ്റിയിലല്ലാത്ത, അതേ റിലിജനിലല്ലാത്ത ഒരാൾ കൊടുത്തൊരു പരാതി എന്ന് വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പല അധ്യാപകരും വന്ന് ചോദിച്ചു എന്താണെന്ന്. ഞാനിത് കാര്യം പറഞ്ഞു. പിന്നെ എനിക്കവിടെ നടന്നതൊന്നും ഞാനൊരു മനുഷ്യായുസിൽ നേരിടുമെന്ന് വിചാരിച്ചതല്ല. ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ തുടരുന്നത്, എന്നെ ദ്രോഹിക്കരുത്, എന്നെ ദ്രോഹിക്കരുത്, ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. ഞാൻ അല്ലാതുള്ള കൗൺസിലിംഗ് മൊത്തം സ്റ്റോപ്പ് ചെയ്തു. കാരണം എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ ഒരിക്കലും മറ്റൊരാളെ എനിക്ക് കംഫർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ഫാക്റ്റാണ്. ഞാൻ എല്ലാ ദിവസവും കൗൺസിലിംഗ് എടുക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടായിരുന്നു. അന്ന് ഞാൻ മൊത്തത്തിൽ പുറത്തുള്ള എല്ലാ കൺസൾട്ടേഷനും ഞാൻ സ്റ്റോപ്പ് ചെയ്തു, കോളേജ് മാത്രമായി. കാരണം എനിക്കവിടെ പോകണം എന്നുള്ളത് എൻ്റെ മസ്റ്റായി തീർന്നു. കാരണം മകൾ അവിടെ ചേർന്നു പോയി. എന്നോട് വൈരാഗ്യം ഇങ്ങനെ കാണിക്കുമ്പോൾ മകളോട് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്, ആ ടെൻഷൻ അങ്ങനെ കയറി എൻ്റെ ഹെൽത്തിനെ വല്ലാണ്ട് ബാധിക്കാൻ തുടങ്ങി. പീരിയഡ്സിൻ്റെ ആ ഒരു ഫ്ലോ എക്സ്ട്രീമായിട്ട് ഞാൻ ഈ പ്രായമായ ആളുകൾക്ക് വെക്കുന്നതും ഒക്കെ പാഡും ഒക്കെ അതിനകത്ത് വെച്ചും ഒക്കെ അതിനകത്തിൽ തന്നെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബ്ലഡെന്ന് മാറി ഒരു മാംസം തള്ളി വരുന്ന ഒരവസ്ഥയിലായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലിയും പ്രോബ്ലംസ് വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേരൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര ഫാമിലി മാനാണ്. ഞങ്ങളൊരു പക്ക കോൺഗ്രസ് കുടുംബമാണ്. അച്ഛനായിരുന്നു ഫസ്റ്റ് DCC പ്രസിഡൻറ്റ്. അദ്ദേഹം മരിക്കുമ്പോൾ മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. അപ്പം ഭയങ്കരമായ ഒരു കോൺഗ്രസ് കുടുംബമാണ്. അച്ഛന് ഏറ്റവും അങ്ങേയറ്റം ഉയർന്ന പോസ്റ്റുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കരുണാകരൻ സാറിൻ്റെ സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അച്ഛനിൽ നിൽക്കും. പിന്നീടുള്ള തലമുറ, അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് കോൺഗ്രസ്സോ ഇടതുപക്ഷമോ ഒന്നും എന്നെ അറിയുന്നവരുമല്ല. എനിക്ക് അവരാരും തന്നെ ഒരു സഹായവും ചെയ്തിട്ടുമില്ല. എന്നെ ഭഗവാൻ മാത്രമേ തുണച്ചിട്ടുള്ളൂ. അപ്പം അച്ഛനെ സംബന്ധിച്ചോളം അച്ഛൻ അത്രയും ഉയർന്ന പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും അച്ഛൻ ഒരിക്കലും ബ്ലാക്ക് മണിയുടെ ആളായിരുന്നില്ല. അച്ഛൻ ഭയങ്കര പ്യുവറായിരുന്നു. എനിക്കതിൽ ഭയങ്കര അഭിമാനമാണ്. എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ അഭിമാനം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ഛനെക്കുറിച്ച് ഓർത്താൽ ആ ഒരു കാര്യം എനിക്ക് എപ്പോഴും അഭിമാനമാണ്. കാരണം അച്ഛനിരുന്ന പോസ്റ്റുകൾ വെച്ചിട്ട് ഒരുപാട് പൈസ സമ്പാദിക്കാവുന്നൊരു കാര്യങ്ങളായിരുന്നെങ്കിലും അച്ഛൻ്റെ കൈകൾ വളരെ ശുദ്ധതയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ എനിക്കായി തന്നതൊക്കെ ഞാൻ എന്തുകൊണ്ട് തിരിച്ചു വാങ്ങിയില്ല, വിവാഹമോചനം ആയപ്പോൾ തിരിച്ചു വാങ്ങിയില്ല എന്നത് അവർക്കൊരിക്കലും പൊറുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അവരോട് സംസാരിക്കാൻ ആരും ഉണ്ടായില്ല. നേരെ മറിച്ച് അവരെന്നെ ബ്ലെയിം ചെയ്യുമ്പോൾ അത് എന്താ പറയുക, തീ കത്തിക്കാൻ മാത്രമേ ആളുകളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഞങ്ങൾക്കിടയിലുള്ള ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ എത്രമാത്രം എന്നെ അഫക്റ്റ് ചെയ്യാമോ ആ രീതിയിൽ മാക്സിമം അഫക്റ്റ് ചെയ്യുകയും അങ്ങനെയൊരു ഇൻസിഡൻസ് ഞങ്ങൾക്കിടയിൽ ഉണ്ട്, ഞാനും പാരൻസും തമ്മിലുണ്ട് എന്നുള്ളത് എൻ്റെ ക്യാമ്പസിൽ അറിയുന്നൊരു സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഈ കേസും അതുമായിട്ട് റിലേറ്റഡ് ആണ്. കാരണം ഞാൻ എൻ്റെ ഫാമിലിയെ ധിക്കരിച്ചിറങ്ങി വന്നവളാണ്, എൻ്റെ അച്ഛനും അമ്മയും ധിക്കരിച്ചിറങ്ങി വന്നവളാണ്. അതിൻ്റെ ബാക്ക് സ്റ്റോറീസോ എൻ്റെ ഇതോ ഒന്നും അവിടെ പ്രസക്തമല്ല. ഞാൻ ധിക്കരിച്ചിറങ്ങി വന്നു, അവരെ ഒരുപാട് ഞാൻ വേദനിപ്പിക്കുന്നു. അപ്പം ഈ സാറിനെ പുറത്താക്കിയ സമയവും ഇതും
ഈ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരുമിച്ചാണ്. കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ അതുവരെ എനിക്ക് എവിടെ നിന്നൊക്കെയോ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ക്യാമ്പസിൽ. ഈ സാറിൻ്റെ ഇഷ്യൂസിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെൻറ്റ് എല്ലാ ക്യാമ്പസുകളിലും ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് മാനേജ്മെൻറ്റ് എന്നെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇവിടെയും മാനേജ്മെൻറ്റ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ളൊരു കൗൺസിലർക്ക് 10 വർഷം തുടരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ വൈദികന്മാരല്ലേ, അവരാലോചിക്കുമ്പോൾ പ്രായമായ അച്ഛനും അമ്മയും വിട്ടിട്ട് ഇറങ്ങി വന്നു മകളെ കൊണ്ട്. വിവാഹമോചനം ഒരു പുതിയ സംഭവമല്ല, പക്ഷെ എന്തുകൊണ്ട് നാടും വീടും വിട്ട് ഇറങ്ങി വന്നു ധിക്കാരിയായ കൗൺസിലർ, ധിക്കാരിയായ സ്ത്രീ. അപ്പോൾ ആ ഒരു ധിക്കാരിയായ സ്ത്രീ എന്നതിൽ ഉപരിയായിട്ട് ഈ ഞാനും വൈസ് പ്രിൻസിപ്പളും തമ്മിലുള്ള ഒരു വലിയൊരു യുദ്ധം. കാരണം അവരവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫാണ്, ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നതാണ്. ഞാൻ പലവട്ടം പറഞ്ഞു, എന്നെ ഒരു എതിരാളിയായിട്ട് കാണരുത്, ഞാൻ എൻ്റെ ജോലി മാത്രമാണ് ചെയ്തത്. അപ്പം അവരുമായിട്ട് അടുത്തിടപെടുന്ന വൈദികരുണ്ട്, അവരോടൊക്കെ ഞാൻ പറഞ്ഞു എന്നെ വെറുതെ വിടാൻ പറയണം. കാരണം എൻ്റെ അടുത്ത് കുട്ടികൾ വരുന്നത് എൻ്റെ മുന്നിൽ വെച്ച് അവരെ വഴക്ക് പറയുന്നു. ആ കുട്ടികൾ വരുന്നവരെ ആൺകുട്ടികളുടെ അടുത്ത്, ബാക്കിയൊക്കെ ഞാൻ സഹിക്കും. ഇപ്പോൾ അവരെന്നെപ്പറ്റി എന്തെങ്കിലും മോശം കഥകൾ പറഞ്ഞാലും അങ്ങനെ പറയും അവർ എന്നൊക്കെ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡയറക്റ്റായിട്ട് അവരെൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇൻ കേസ് അങ്ങനെ പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷേ അവർ ചെയ്തത് എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം കുട്ടികൾ വരുന്നവരെ ഭയപ്പെടുത്താൻ തുടങ്ങി, എസ്പെഷ്യലി ആൺകുട്ടികളെ. എന്ത് പറഞ്ഞാൽ അവർ ഭയപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉരുകിയ ഉരുക്കം, എൻ്റെ കണ്ണിൽ നിന്ന് ആ മണ്ണിൽ വീണ കണ്ണീർ അത്രയ്ക്കും ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരാൾ സപ്പോർട്ട് തന്നേനെ, പക്ഷെ വീട്ടിൽ ആ ഒരു പ്രായമായ അച്ഛനും അമ്മയും ധിക്കരിച്ചിറങ്ങി വന്ന സ്ത്രീയാണ് എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതെന്തൊക്കെ സാഹചര്യങ്ങളാണ്, അതിൻ്റെ റീസൺസ് എന്താണ്, ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ ഈ കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോകണം, അതിലെൻ്റെ മോള് പെട്ടുപോകും. അതൊന്നും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതൊരു ആയുധമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്തു. എൻ്റെ മോളുടെ ഫൈനൽ ഇയർ ആണ് ഒക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫൈനൽ ഇയർ അല്ല, സെക്കൻഡ് ഇയർക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് വല്ലാതെ എൻ്റെ പ്രഷർ വേരിയേഷൻസ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ഞാൻ എപ്പോഴും സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പാരൻസുമായിട്ടുള്ള ഒരു എൻ്റെ അച്ഛനും അമ്മയും ഒരു ഇതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അച്ഛൻ അങ്ങനെ എന്നും വിളിച്ച് സംസാരിക്കില്ല. പക്ഷെ അച്ഛൻ എന്നും ഉറങ്ങുമ്പോൾ അമ്മയോട് ചോദിക്കും അവൾ വിളിച്ചിരുന്നോ. അങ്ങനെ അച്ഛൻ എന്നോട് അധികം സ്നേഹം എക്സ്പ്രസ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ അവിടെ കുട്ടിക്കാലം തൊട്ടേ ബാക്കി എല്ലാ കുട്ടികളും ഞങ്ങളുടെ ഫാമിലിയിൽ എപ്പോഴും എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊരു പ്രകൃതമായിരുന്നു. ഞാനൊരു 4ാം ക്ലാസ്സൊക്കെ ആയപ്പം ഋതുവായതുകൊണ്ടായിരിക്കണം മേ ബി ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നൊരു ഇതായിരുന്നു. അപ്പം ഞാനങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാറില്ല പാരൻസിനോട്. അങ്ങനെ ഒരുപാട് കെട്ടിപ്പിടുത്തവും അങ്ങനെയൊന്നുമില്ല. പക്ഷേ എത്ര വഴക്കിട്ടിരുന്നാലും, എത്രയൊക്കെ ചൊറിഞ്ഞ് മാന്തി പിച്ചിയൊക്കെ ഞാനും അമ്മയും കൂടി ഇരുന്നാലും അമ്മ എന്നെ വിളിക്കും. ഞാൻ ഉറക്കമുണർന്നോ അന്നും ഇന്നും ഞാൻ ഉറക്കമുണർന്നോ എന്ന് നോക്കാൻ എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷേ അവരോട് മാത്രമേ എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നും പറയാൻ പറ്റൂ. കാരണം എപ്പോഴും ഞാൻ ഒരു റിബലായിരുന്നു. അതിനൊക്കെ റീസൺസ് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ചിലപ്പോൾ ഞാൻ പറയുന്നത് നിൻ്റെ ലൈഫിൽ തെറ്റായിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണം. അത്രയും അഡമൻ്റായിട്ട് അച്ഛൻ പറയുമായിരുന്നു. എനിക്കങ്ങനെ പറ്റത്തുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്നാൽ എൻ്റെ അച്ഛനെ എനിക്ക് ജീവനായിരുന്നു. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ മനുഷ്യന്മാർ തമ്മിലുള്ള റിലേഷൻസ് എന്ന് പറയുന്നത്. ആരായാലും, അച്ഛനും അമ്മയായാലും മക്കളായാലും ഒക്കെ. പക്ഷേ എന്നും ഞാൻ ഉറക്കമുണർന്നോ എന്ന് നോക്കാൻ ഈ ഭൂമിയിൽ ആകെ ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ്.
അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കാത്തത്. അച്ഛൻ അച്ഛനെ സംബന്ധിച്ചോളം അച്ഛന്മാർക്ക് അങ്ങനെ പെൺകുട്ടികളെ മനസ്സിലാക്കേണ്ട കാര്യം വരുന്നില്ല. ഞങ്ങളുടെ ജനറേഷൻ അങ്ങനെയാണ്. പക്ഷെ അമ്മ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാം തുറന്നു പറയുന്നത് അമ്മയോടാണ്. എന്തുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വിവാഹബന്ധത്തിൽ ഞാൻ ചാടി, എന്തുകൊണ്ട് അമ്മ അറ്റ്ലീസ്റ്റ് കേട്ടിരിക്കും. ഓക്കെ, അപ്പം അതിപ്പോഴത്തെ കാര്യം. അങ്ങനെ ഞാൻ ഈ ഒരു എൻ്റെ ആരോഗ്യം വളരെ 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 മോശമായി തുടങ്ങി. ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് ഒട്ടും നിൽക്കാൻ വയ്യ. GG ഹോസ്പിറ്റലിലാണത്തെ മാമിൻ്റെ മുന്നിൽ പോയിട്ട് ഞാനങ്ങ് വീഴുമായിരുന്നു. കാരണം അവിടെ അതിൻ്റെ തലേന്നൊക്കെ ഇങ്ങനെ മാംസം നിറഞ്ഞ് ഇങ്ങനെ താഴോട്ട് വീഴുക, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഞാനൊരു ഡോക്ടറിനെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡോക്ടറിനെ ഇങ്ങനെ എൻ്റെ സ്കാൻ റിപ്പോർട്ട് ഞാൻ അയച്ചു കൊടുത്തു. അപ്പം ഇതിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഒറ്റപ്പെടലാണെന്നുള്ളതിൻ്റെ ഒരു ഇത് വരുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഗോൾഡൊന്നും ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നില്ലെങ്കിലും ഇതും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മാറ്റേണ്ടി വരുന്ന, ഞാൻ ചാവുമ്പോൾ എൻ്റെ കൂടെ പോരും എന്നാണ് ഞാൻ എപ്പോഴും മോളോടാണെങ്കിലും പറയുന്നത്. അപ്പോൾ ഇതുമൊക്കെ ഉരി ആരെങ്കിലും കൊടുക്കണം, ആരുടെ കൈ കൊടുക്കും? അപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ തകരുമല്ല ചെയ്യുന്നത്, തളരുമല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഓരോ പ്രാവശ്യവും അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ എനിക്കൊരു മിറക്കിൾ പോലെ ഭഗവാൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ തളർന്ന് വീണില്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ കോളേജിൽ ഈ പ്രശ്നം ഇങ്ങനെ കത്താൻ തുടങ്ങി. ഇപ്പം ഞാൻ ആലോചിച്ചു, ഈ പ്രൊഫഷനിൽ ആക്ച്വലി ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ. ഞാൻ വളരെ കടുത്ത വിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്കൂള്. പിന്നെ ആക്ച്വലി അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അന്ന് താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ, അതായത് കുടുംബ വീടിൻ്റെ അഡ്രസ്സ് ആരും വെക്കില്ലല്ലോ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സല്ലേ വെക്കേണ്ടുള്ളൂ. അപ്പം അങ്ങനെ ആ അഡ്രസ്സിൽ വെച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സാലറി ഒന്ന് ഫിക്സ് ചെയ്തു. പക്ഷേ 1-ാം തീയതി ആയപ്പോൾ എനിക്ക് അത്രയും തന്നില്ല. അപ്പം ഞാൻ ഞാൻ പറഞ്ഞ സ്കൂളിലെ പ്രിൻസിപ്പൾ ശശി സാറാണ്. സാർ അവിടുത്തെ ടെററാണ്, ഭയങ്കര പേടിയാണ് സാറിന് എല്ലാവർക്കും. പക്ഷേ എനിക്ക് പൈസ കുറച്ച് തന്നല്ലോ, എനിക്ക് ഭയങ്കരമായിട്ടും എൻ്റെ ഈഗോ എല്ലാം കൂടി ഞാൻ പെട്ടെന്ന് എനിക്ക് വല്ലാതെ കത്തി. ഞാൻ സാറിൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, സാർ എനിക്ക് പറഞ്ഞ പൈസ അല്ല തന്നിരിക്കുന്നത്, എനിക്ക് ഇതിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ചെല്ലടേ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പോയിട്ട് മാനേജ്മെൻ്റ് അടുത്ത് പറഞ്ഞു. അങ്ങനെ മാനേജ്മെൻ്റ് എന്നെ വിളിപ്പിച്ചു. ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനെ എത്രത്തോളം എൻ്റെ അച്ഛൻ വലിയൊരാളാണെന്നുള്ളതാണ്. അച്ഛനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമെങ്കിലും അച്ഛനെ അഭിമാനിക്കാൻ ഞാൻ വീണ്ടും പറയാണ്, ഒന്നും ആവാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഇത് അച്ഛൻ്റെ മോളാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാനേജ്മെൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, അഡ്രസ്സ് അത് വെച്ചുകൂടായിരുന്നോ, അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ഇതിൽ തന്നെ, എൻ്റെ കഴിവിൽ തന്നെ ജോലി വേണം എന്നെനിക്ക് ഭയങ്കര മസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് ചെല്ലുമ്പോഴും ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ ഞാൻ എഴുതിയ ഫ്രീലാൻസ് ചെയ്ത കേരളമുദിയിൽ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ കൗൺസിലിംഗ് പങ്ക്തിയിൽ. അപ്പം അതിൻ്റെ കുറേ ഇതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം അവരിതൊന്നും എടുത്ത് വായിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ നോക്കി അങ്ങ് വിടുന്നേ ഉള്ളൂ. അവരങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വായിക്കുന്നില്ല. ശശി സാറ് വായിച്ചു, പക്ഷേ സാർ അധികം അങ്ങനെ നോക്കിയില്ല. അതിൽ ആക്ച്വലി എൻ്റെ ഫുൾ നെയിമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു എഴുത്തിലോട്ട് വന്നതും ഭയങ്കര യാദൃച്ഛികമായിട്ടാണ്. ഈ കേരളമുദിയിൽ എഴുതാൻ തുടങ്ങിയതും വളരെ യാദൃച്ഛികമായിട്ടാണ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വക്കീലായിട്ടുള്ള ഒരാൾ ബ്ലേഡ് കമ്പനി തുടങ്ങി ഒരുപാട് പേരെ പറ്റിച്ചു. അങ്ങനെ അതിൽ ആ ഒരു വ്യക്തിയുടെ ഈ ഒരു ബ്ലേഡ് കമ്പനിയെക്കുറിച്ച് ഞാൻ എഴുതാനായിട്ട് തീരുമാനിച്ചു. വെച്ചൂച്ചിറ മധുസാറിൻ്റെ ഓഫീസിൽ മാതൃഭൂമിയിൽ പോയി സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു, ഫുൾ നെയിമും അഡ്രസ്സും വെച്ച് എഴുതിക്കോ എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കും അതാണല്ലോ വേണ്ടത്, നമുക്കതിനെക്കുറിച്ച് വേറൊന്നും അറിയത്തില്ല. അങ്ങനെ അത് എഴുതി ആ ആൾ, ആ പ്രൊഫഷണലായിട്ടുള്ള ആൾ, അയാളുടെ ഒരു ബ്രാഞ്ചൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പൂട്ടി അയാൾ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിങ്ങനെ എഴുതാനുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെയാണ് ഞാൻ കേരളോമതി സപ്ലിമെൻറ്റിൽ എഴുതി തുടങ്ങി. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ഇൻസിഡൻറ്റ്. അപ്പോൾ അങ്ങനെ ആ സ്കൂളിൽ എനിക്ക് സാലറി, ഞാൻ ആഗ്രഹിച്ച സാലറി കൂട്ടിത്തന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനിയിപ്പം നമ്മുടെ സ്കൂളാണ്, മനസ്സിലായല്ലോ, അപ്പം എല്ലാം നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര, ഞാനവിടെ ഒരു ടീച്ചേഴ്സും എല്ലാം സൂപ്പറാണ്. ഒരു സ്വർഗമായിരുന്നു എനിക്ക് ആ സ്കൂള്, ഒരു സ്വർഗം. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഈ പറഞ്ഞ കണക്ക് ചിലപ്പോൾ എന്നെ എന്തെങ്കിലും നല്ലൊരു, ഞാൻ ചിലപ്പോൾ എന്നല്ല, എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ഒരു വസ്തുതർക്കം, അങ്ങനെ പറയാം, വസ്തുതർക്കം. അപ്പോൾ ആ ആൾ എൻ്റെ അച്ഛനെ എതിരെ ഒരു നോട്ടീസ് അയക്കുന്നു. അച്ഛൻ വക്കീലാണ്, അപ്പം അച്ഛനെതിരെ നോട്ടീസ് അയക്കുന്നു. അപ്പോൾ തലേന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞാനാണ് പ്രതികരിച്ചത്. അപ്പോൾ പുള്ളിയുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് ആ സ്കൂളിൽ. അപ്പോൾ പുള്ളി വെറുതെ ഒരു അലിഗേഷൻ പോലെ, ഞാൻ ആ കുഞ്ഞുങ്ങളെ, എനിക്ക് ഒരു കുഞ്ഞിനെയും പീഡിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. കാരണം എനിക്കതിൻ്റെ ടീച്ചേഴ്സും ഒക്കെ ആ കുട്ടികളത് മോശമായിട്ട് പെരുമാറുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന പെയിനൊക്കെ അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു അലിഗേഷൻ മാനേജ്മെൻറ്റിന് അയച്ചോ വായിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒക്കെ തന്നെ എൻ്റെ അച്ഛനെ അറിയാവുന്ന ആളുകളാണ് അവിടെയുള്ളത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഇങ്ങനൊരു അലിഗേഷൻ വന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ചില കാര്യങ്ങളിൽ ഞാൻ വളരെ സെൻസിറ്റീവാണ്. അപ്പം ഞാനാണല്ലോ പ്രതികരിച്ചത് പുള്ളിയോട്. പക്ഷേ ആ കാലമൊക്കെ മാറി. ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. കാരണം കാലം മായ്ക്കാത്ത മുറിവുകളില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. എനിക്ക് പൊറുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി പ്രായമായിരിക്കുകയാണ്. അവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ കാണിക്കാറില്ല. പക്ഷെ അവർക്കറിയാം എനിക്ക് ഈ ഇൻസിഡൻറ്റ് മറക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതെൻ്റെ ഉള്ളിലുണ്ട്. കാരണം എൻ്റെ ജോലിയാണ്, എൻ്റെ ജോലിയെ തൊടുന്ന എന്തും എനിക്ക് പൊള്ളും. കാരണം അത്രയേറെ ഞാൻ സ്നേഹിച്ചൊരു ക്യാമ്പസ് എനിക്ക് വിടേണ്ടി വന്നു ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി. അതുകൊണ്ടാണ്, ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ സഹിച്ചേനെ. അവിടെ നിന്ന് 7 വർഷം അടുത്ത പ്രോജക്റ്റിൽ ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന സ്കൂൾസിൽ കുട്ടികളെ, ഞാനും ഒക്കെ ഒരു ആവറേജ് മിഡിൽ ഫാമിലിയാണ്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, എൻ്റെ അച്ഛൻ ഇരുന്ന പോസ്റ്റുകളൊക്കെ നല്ലതാണെങ്കിലും എൻ്റെ അച്ഛന്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ അച്ഛനുമായിട്ട് ഒരു സേവിങ്സ് എന്നൊന്നും പറയുന്നതൊന്നും മനസ്സിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ സേവ് ചെയ്യണം, ഞങ്ങൾക്ക് അവർ രണ്ടുപേരും ഒന്നിച്ചൊരു ടൂറ് പോക്കോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാണ്, റിലേറ്റീവ്സ് ആണ് അവരുടെ ഒരു ബലം. ഇപ്പോൾ എൻ്റെ ഒരു കാര്യമാണെങ്കിലും എനിക്ക് ഒന്ന് ടൂറ് പോകണമെങ്കിൽ പോലും അവർ റിലേറ്റീവ്സുമായിട്ട് ആലോചിക്കും. എന്നെ സംബന്ധിച്ചോളം അവിടെയൊക്കെ ആയിരുന്നു എന്നിലെ റിബൽ, അല്ലെങ്കിൽ എന്നിലെ നാഗവല്ലി കുട്ടിക്കാലം തൊട്ടേ പ്രശ്നമായിരുന്നത്. അപ്പം ഈ പറയുന്ന പോലെ എല്ലാം അങ്ങനെ നാളത്തേക്ക് മാറ്റിവെക്കോ അല്ലെങ്കിൽ വലിയ കൊട്ടാരം പണിയലോ ഒന്നുമല്ല. അച്ഛൻ്റെ കൈ വളരെ പരിശുദ്ധമാണ്, അച്ഛനിരുന്ന പോസ്റ്റുകൾ വെച്ചിട്ട്. അപ്പം ഞാൻ എന്ത് ഭക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഞാനും അനിയനും അച്ഛനും അമ്മയും മാത്രം ഒതുങ്ങുന്ന ഒരു തീന്മേശയായിരുന്നില്ല ഞങ്ങളുടെ വീട്. കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. കാരണം ഓഫീസിൽ അച്ഛൻ്റെ ക്ലയൻസായിട്ട് ആര് വരുന്നോ അവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം എന്ന് അച്ഛന് മസ്റ്റാണ്. ഗുമസ്തന്മാർ, ജൂനിയേഴ്സ്, എല്ലാവരും സ്റ്റാഫ് എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് അച്ഛന് മസ്റ്റാണ്. അതുപോലെ റിലേറ്റീവ്സായിട്ട്, പിന്നെ അടുത്ത ഹോസ്പിറ്റൽസിൽ കിടക്കുവാണെങ്കിൽ അവരുടെ എല്ലാം ആളുകൾ, അങ്ങനെ എപ്പോഴും ഞങ്ങളുടെ തീന്മേശ നിറഞ്ഞിരിക്കും. അങ്ങനെ ഒരു ഇടതാണ്.
അപ്പം അത് ഒരു രൂപ പൈസ എടുത്ത് മാറ്റി വെക്കലോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ടൊരു ആഘോഷം അങ്ങനെയൊന്നും ഉള്ളൊരു ചിന്ത അച്ഛനുണ്ടായിരുന്നില്ല ഒരു കാലത്തും. അതിലൊന്നും എനിക്ക് അതിൻ്റെയൊക്കെ പുണ്യമായിരിക്കും മേ ബി ഞാനൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ ഒരു 7 വർഷം ആ ഒരു പ്രോജക്റ്റിൽ നിന്നു. നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്ഷണം തിന്ന് എല്ലിൻ്റെ അടിയിൽ കയറി കൊടുത്ത് അഹങ്കാരം കൂടുക എന്നൊക്കെ പറഞ്ഞേക്കില്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഞാൻ ചെന്ന് കയറിയത് ഭക്ഷണമില്ലാതെ 3-4 ദിവസം പട്ടിണി കിടന്നിട്ട് സ്വന്തം മകളെ അവളുടെ അപ്പന് തന്നെ കൂട്ടിക്കൊടുക്കുന്ന അമ്മമാരൊക്കെ ഉള്ളൊരു പ്രദേശം. ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു, ഒരു വല്ലാത്തൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അത്. അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപികമാർ, ആ സ്കൂളുകളിലെ അധ്യാപികമാർ സമ്മതിച്ചേ പറ്റൂ. ഓരോ കുഞ്ഞും ഭക്ഷണം കഴിച്ചോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ടിഫിൻ തുറക്കുന്ന അധ്യാപികമാരെ ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല. അത്രയും നല്ല അധ്യാപികമാരെ ഞാൻ എൻ്റെ ഫുൾ പ്രൊഫഷണൽ ലൈഫിൽ കണ്ടിട്ടില്ല. ഒരു കുട്ടിക്ക് വീട് വയ്ക്കാൻ അവിടുത്തെ അധ്യാപികമാരെല്ലാവരും കൂടെ ചേർന്ന് പ്രയത്നിച്ച് വീട് വെച്ച് കൊടുത്തു. എല്ലാ കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്കെന്ന് ഉറപ്പാക്കുക. അങ്ങനെ ഒരു നല്ല കാലഘട്ടമായിരുന്നു അവിടുത്തെ. ഈ നമ്മൾ പൊള്ളുന്ന കുറേ അനുഭവങ്ങൾ എക്സ്റ്റേണലി ഇങ്ങനെ കാണുന്നു എങ്കിലും ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ വളരെ ഈ ജാതിയും മതവും ഒക്കെ ഇപ്പം ഇങ്ങനെ ആറാടുമ്പോൾ ഞാൻ ആലോചിക്കും, എനിക്ക് സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ ഓരോ കേസുകൾ പിടിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ജാതി മതം ഒന്നും നോക്കിയല്ല വന്നത്. മനുഷ്യത്വമാണ് മതം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കൂട്ടങ്ങൾ എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഞാനെന്ന കൗൺസിലറിനെ കുറിച്ചിട്ട് നല്ല മതിപ്പായിരുന്നു ഓഫീസിലൊക്കെ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ. അവിടെ വെച്ചിട്ട് കൗൺസിലേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ട്രിവാൻഡ്രത്ത്. അപ്പം അവിടുത്തെ സോഷ്യൽ ജസ്റ്റിസിലെ ഒരു ഓഫീസർ, ഒരു ലേഡി, അവർ എന്നെ വിളിച്ചു പറയുന്നു ഞാൻ അത് അറ്റൻഡ് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാനും ഒന്നും വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല. ഉള്ളിലും ഞാനൊരു ലീഡർ ക്വാളിറ്റി ഉള്ള ഒരാളല്ലാന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല ഒരു വലിയൊരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് പോവാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒക്കെ ഇങ്ങനെ ഈ കൗൺസിലേഴ്സിൻ്റെയൊക്കെ പ്രോജക്റ്റിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ കാരണങ്ങളാൽ ഞാൻ സംസാരിക്കുമ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം സ്ത്രീകളുടെ കൂട്ടായ്മയല്ലേ, അവരായിക്കോട്ടെ, നമ്മളെന്തിനാ വെറുതെ നമുക്ക് ഇതിനകത്തിലൊന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോജക്ട്സൊക്കെ എന്തെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ പറ്റുമോ എന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി 10 പേരിലുണ്ടെങ്കിൽ 10 10 പോലെ ഉള്ള പോലെ. അപ്പം അതൊക്കെ ഞാൻ പിന്മാറുന്ന സമയത്താണ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇതിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവിൻ്റെ അവരുടെ കുറച്ച് ആളുകളും അവിടെ ഉണ്ട്. ഞാൻ പേരുകളൊന്നും തന്നെ പറയുന്നില്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഇത്ര പേർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ശരി, ഓക്കെ, എനിക്കൊരു കാര്യമില്ല, ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങ് പോവാമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചു. ഇങ്ങനെ ഇവിടെ ഇന്ന പാർട്ടിയുടെ ആളുണ്ട്, അപ്പം ഞാൻ പൊയ്ക്കോട്ടെ, പാടില്ല, അവിടെ തന്നെ നിൽക്കണം, ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ബാക്കിൽ മറ്റ് കുട്ടികളിരിക്കുന്നു, ഇരിക്കാൻ പറ്റില്ല, അവിടെ അങ്ങനെ സംസാരം കേൾക്കുന്നു. അപ്പോൾ എനിക്കാകെ പേടിയായി, എനിക്ക് നാണം കെടാൻ വയ്യ. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഒരു ഇതിലൊന്നും നിന്ന് അലമ്പാനും എനിക്ക് വയ്യ. എന്നെ ഇഷ്ടമല്ല എങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. എനിക്ക് അവകാശമില്ലാത്തിടത്ത്, എനിക്ക് സ്ഥാനമില്ലാത്തിടത്തു നിന്ന് ഒഴിഞ്ഞു പോയ ചരിത്രമേ എൻ്റെ ലൈഫിലുള്ളൂ. എൻ്റെ ഹോൾ ലൈഫിൽ അതേ ഉള്ളൂ. എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നി, അപ്പം ഞാൻ അവിടെ നിന്ന് സ്ഥലം വിടും. എനിക്ക് സ്ഥാനമില്ലെന്ന് തോന്നി, അപ്പം ഞാൻ അവിടെ വിടും. അവിടെ പിന്നെ നിൽക്കില്ല. പക്ഷേ ഇത് തന്നെ ഇവർ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്നേ പറ്റൂ. അവസാനം ഞാൻ പറഞ്ഞു, മാഡം ഞാൻ വീഴും, എനിക്ക് പേടിയാവുന്നു, ഞാൻ വീഴും. ശരി, അപ്പോൾ എഴുതി ഒപ്പിട്ടരാമാണ്. അത് അവർക്ക് ഷൈൻ ചെയ്യാനുള്ളൊരു ഉപാധിയായിരുന്നു സത്യത്തിൽ. എന്നെ വെച്ചിട്ട് അവർക്ക് ഷൈൻ ചെയ്യാൻ, ആ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഷൈൻ ചെയ്യാനുള്ളൊരു ഉപാധിയായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രൂവൽറ്റിയാണ്. ഷൈൻ ചെയ്യണമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അപ്പം എനിക്ക് അത് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു.
കാരണം അവരതിലൂടെ ഷൈൻ ചെയ്യുന്നു. എനിക്ക് പിന്നെ അവിടുന്ന് വേറെ ഞാനായി കുറ്റവാളി. മനസ്സിലായില്ലേ? ഞാനാണ് അവിടെ തെറ്റ് ചെയ്തത്. ഒന്നാമത് എനിക്കൊരു റിബൽ പരിവേഷമുണ്ട്, എനിക്കൊരു അഹങ്കാരിയുടെ ലുക്കുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വോയിസ് ഇല്ല. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞാലും ഇവിടെയും പ്രശ്നമാക്കിയോ ഇങ്ങനെ ചോദിക്കൂ, അല്ലാതെ എന്നെ ഒന്ന് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ പരാതി. ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും ഇപ്പോഴും പറയുന്ന പരാതി, എന്നെ ഒന്ന് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു നിയോഗം പോലെ എല്ലാവരുടെയും പ്രശ്നം കേൾക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജോലി തന്നെ അതാണല്ലോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിറ്റേ ദിവസം എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോളേജിൽ നിന്ന് വിളി വരുന്നു, അടുത്ത കോളേജിൽ നിന്ന് വിളി വരുന്നു. അതെങ്കിൽ ഭയങ്കര മിറക്കിളായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു പുസ്തകം DC പബ്ലിഷ് ചെയ്യുന്നു മലയാളത്തിൽ. അത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഗോഡ് ഫാദറും അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങ് DC വിളിച്ച് ചോദിക്കുന്നു, കൊണ്ടുവരാൻ പറയുന്നു. കൊടുത്തപ്പം തൊട്ട് ഞാൻ വിളിക്കും, എന്ന് പബ്ലിഷ് ചെയ്യും. അങ്ങനെ അത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അതെൻ്റെ CV ഒരു അസറ്റായിട്ട് ഇങ്ങനെ, എനിക്ക് എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം പണി കിട്ടുന്നതിനനുസരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ അനുഗ്രഹങ്ങളും തരുക. അങ്ങനെ കോളേജുകളിൽ പോകുന്നു. അപ്പോഴാണ് ഈ പാർട്ട് ടൈമായിട്ട് ഈ കോളേജസിലും എല്ലാം ഞാൻ കയറുന്നു. അതിൻ്റെ കൂടെ എനിക്ക് എപ്പോഴും നന്ദിയോടെ ഓർക്കാൻ കൈരളിയിലെ PO മോഹൻ സാറ് എന്നെ ഒരു ദിവസം വിളിച്ചു. സാറ് കെൽസ അദാലത്ത് അതിലാത്തിൽ 2 പ്രോഗ്രാം, അമൃതയിലും പിന്നെ കൈരളിയിലും ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാം, അമൃതയിലും ഉണ്ടായിരുന്നു. അങ്ങനെ വിഷ്വൽ മീഡിയയിൽ കുറച്ച് നാൾ പ്രോഗ്രാമും ചെയ്യാൻ പറ്റി. അത് എന്നും തീരാത്ത കടപ്പാടാണ്. കാരണം എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നല്ല സ്റ്റേബിൾ ആവാൻ തുടങ്ങി. കാരണം ഇത്രയും ഒരു 5ഓളം സ്ഥലത്ത് ഞാൻ ഫ്രീലാൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവോഴ്സ് ആ സമയപ്പോഴത്തേക്കാണ് അതൊക്കെ ഞാനൊന്ന് നിർത്തി ഇനി ഒരിടത്ത് മാത്രമാകാമെന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് മകളെ കൊണ്ട് ആ കോളേജിൽ ചേർക്കുന്നതും ഈ അധ്യാപകനെതിരെ ഞാൻ കേസ് കൊടുക്കുന്നതും. ശ്രദ്ധിക്കണം, ഞാനല്ല, എൻ്റെ ഒരു പരാതിന്മേലല്ല, അന്വേഷിക്കാതല്ല മാനേജ്മെൻറ്റ് പുറത്താക്കിയത്. ആക്ച്വലി പറഞ്ഞാൽ വിശുദ്ധ കുപ്പായത്തിനുള്ളിലുള്ളവരുണ്ടായിരുന്നു ആ പരാതിക്കാരിൽ, ഡയറക്ടറായിട്ടുള്ളവരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ശത്രുവായില്ല. വൈസ് പ്രിൻസിപ്പളിൻ്റെ ശത്രു ഞാൻ മാത്രമായി. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ അതുവരെ ആരൊക്കെ വൈസ് പ്രിൻസിപ്പളിൻ്റെ ശത്രുവായിട്ടുണ്ടായിരുന്നോ അവരെല്ലാവരും ഹാപ്പിയായി. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഒറ്റയ്ക്ക്. എൻ്റെ മോളുടെ എക്സാം ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സർജറിയുടെ പീക്കെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു 4 ദിവസം 5 ദിവസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആദ്യത്തെ ദിവസം വനിതാ മാഡത്തിനോട് ചോദിച്ചത് അതാ, എനിക്ക് വാഷ്റൂമിൽ പോകണം, എൻ്റെ മോളെ എനിക്ക് ശല്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഞാൻ ധൈര്യമായിട്ട് പൊയ്ക്കോ, മാഡത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വാഷ്റൂമിൽ തന്നെ പോയി. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു, അമ്മയുടെ ഇങ്ങനത്തെ സർജറി സമയത്ത് അച്ഛൻ അമ്മയെ കെയർ ചെയ്തൊരു രീതിയുണ്ട്. അതായത് 2 റൂം ഹോസ്പിറ്റലിൽ തന്നെ. കാരണം ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടിയിട്ട് അച്ഛനൊരു റൂം എടുക്കും. അത്രമാത്രം അച്ഛൻ ഈക്വൽ ടു ബന്ധുക്കളാണ്, അമ്മ ഈക്വൽ ടു ബന്ധുക്കളാണ്. അപ്പം ഞാൻ അവിടെ അതെല്ലാം എനിക്കിവിടെ ഒരു ജലസ് കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ഭാഗമാകുന്നില്ല എന്നുള്ളൊരിത് അവർ എക്സ്പ്രസ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം മേ ബി. എനിവേ, അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അമ്മയുടെ വയറ്റിൽ ജനിച്ച എനിക്ക് തികച്ചും വ്യത്യസ്തമായ അനുഭവം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. വീട്ടിൽ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് അവരുടെ സങ്കടം കൂടി വരുന്നേ ഉള്ളൂ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ പൊറുക്കുന്നില്ല. 2021 കാര്യം പറയാം. എൻ്റെ ആരോഗ്യം തകിടം മറിഞ്ഞ് താഴെ വീണു. കോളേജിലെ പ്രശ്നം, എൻ്റെ മോളെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു തെറ്റും ചെയ്യാതെ സാധാരണ പിള്ളേരാണ് അച്ഛനും അമ്മയ്ക്കും പണി കൊടുക്കുന്നത്. അവളുടെ ഭാഷയിൽ പറഞ്ഞ സാധാരണ പിള്ളേരാണ് അച്ഛനും അമ്മയ്ക്കും പണി കൊടുക്കുന്നത്. ദൈവമേ, എനിക്കൊരമ്മയുണ്ട്, എല്ലാ പിള്ളേർക്കും വേണ്ടി ഓരോന്ന് ചെയ്തിട്ട് എനിക്ക് പണി തരും. ഇതാണ് അങ്ങനത്തെ ഒരവസ്ഥ. എക്സാം ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. എനിക്ക്
ഞാൻ പല രീതി രാത്രിയിലൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ മോളുടെ അവൾ കോപ്പി അടിക്കത്തില്ല, പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എൻ്റെ മോളെ ഹരാസ് ചെയ്ത് ഇങ്ങനെ വരെ ചിന്തിക്കാൻ തുടങ്ങി. ഒരാൾ പോലും. ഞാൻ ഒരുപാട് ഫെമിനിസ്റ്റുകളെ ആ ക്യാമ്പസിൽ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ ഹേർട്ട് ചെയ്ത് ഈ പറഞ്ഞില്ല ഞാൻ. പക്ഷെ അപ്പോഴത്തേക്ക് വേറൊരു സ്ട്രാറ്റജി ഞാൻ അഡോപ്റ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായത്. ഒരു സ്റ്റിഗ്മയുണ്ട് പിള്ളേരുടെ ഇടയിലും. ഓൾറെഡി ഒരു സ്റ്റിഗ്മയുണ്ട്. എൻ്റെ പിന്നെ കൗൺസിലിംഗ് റൂമിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് എന്തുവാ നിനക്കും പ്രശ്നമോ എന്ന് ചോദിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. എനിക്ക് കുട്ടികൾ എൻ്റെ അടുത്ത് വരാനായിട്ട് ബ്ലോക്ക് ഇടുമ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു കഫറ്റേരിയയിൽ നിന്നൊരു ഗ്ലാസ് കോഫിയും വാങ്ങി ഞാൻ ക്യാമ്പസിലൂടെ ഇങ്ങനെ നടക്കും. എൻ്റെ കുറേ പിള്ളേരും ഉണ്ടാവും. ഞാൻ ഭയങ്കരമായിട്ടും എല്ലാ കുഞ്ഞുങ്ങളുമായിട്ടും ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ടെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടിവെട്ട് പേമാരി കൊടുങ്കാറ്റ് എല്ലാം പോലെ ഒരു ദിവസം ഞാൻ ക്യാമ്പസിൽ ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ആരാണ്ടോ കാക്ക കൊത്തിക്കൊണ്ടങ്ങ് പോയി. അങ്ങനെ ഫേസ്ബുക്ക് പേജ്, സൈക്കോളജിസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിവിടെ തുടരത്തില്ല. മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നു, ദ ബെസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ദ വേൾഡ്. പക്ഷേ അവരടുത്ത് എനിക്ക് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇല്ല. അവരറിയുന്നത് എന്താ, ധിക്കാരിയായ പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കുട്ടിയെയും കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവൾ. എൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും ആർക്കും അറിയണ്ട. അപ്പോൾ ഇവരെ ഒന്നും ഡയറക്റ്റ് കാണാൻ എനിക്ക് അവസരമില്ല. കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടും ഒക്കെയുള്ള അറിവ് വെച്ചാണ് അവർ ഈ 10 വർഷം യു ക്യാൻ പ്രൊസീഡ് എന്ന ഓരോ വർഷവും എനിക്കിങ്ങനെ എക്സ്റ്റൻഷൻ തരുന്നത്. പിന്നെ ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ നോക്കൂ, ഇവർ ഈ അധ്യാപികമാരുമായിട്ടൊന്നും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, കുട്ടികളുടെ കേസുകൾ മാത്രം എടുക്കൂ എന്ന് പറഞ്ഞ് വിശുദ്ധ വസ്ത്രധാരികളൊന്നും പിന്നെ ഈ പ്രശ്നം വന്നപ്പോൾ കീഴ്മേൽ മറിഞ്ഞു. അവർക്കൊന്നും പിന്നെ എന്നെ കണ്ടാൽ അറിഞ്ഞുകൂടാ. എങ്ങനെ നിൽക്കണം എന്ന് എനിക്കറിയാൻ വയ്യ. ആ സമയത്താണ് ഇങ്ങനെ കുട്ടികളുമായിട്ട് ഞാനായിട്ടൊരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത്, ഞാൻ എൻ്റെ റൂമിലോട്ട് ആര് കയറിയാലും വൈസ് പ്രിൻസിപ്പൾ അതവിടെ ബ്ലോക്ക് ചെയ്യും, എൻ്റെ മുന്നിലിട്ട് ഹരാസ് ചെയ്യും, എന്ത് വേണമെങ്കിലും ആയിട്ടൊന്ന് പറയും. അപ്പം അവിടെ എന്ത് ഫങ്ഷൻ ഞാൻ 3 ദിവസം പോയാൽ മതി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫങ്ഷൻസ് ഒന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ നമ്മുടെ കൺവെൻറ്റിലൂടെ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ പർപ്പസ്ലി വേദനിപ്പിക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊന്നും എതിരെ ഒരു ചെറു വിരൽ പോലും അവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫ് അല്ലാത്തത് കൊണ്ട് ആരും, ഒരു സ്ത്രീയും എനിക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല. എന്നെ പല മോശം പദങ്ങളും ഞാൻ കേൾക്കുന്നു, അത് ഞാൻ പറയുന്നു. ഒരു സ്ത്രീയും, ഫെമിനിസ്റ്റിന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയും എനിക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല. സോ അങ്ങനെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു. ഞാൻ പോയി അപ്പം തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം വലിയ തലക്കെട്ട്, കേരള പോലീസ് ആദ്യമായി ഫേസ്ബുക്കിനെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ മനോരമയിലും ഒക്കെ എൻ്റെ ബൈറ്റ് വരുന്നു. എന്നോട് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ആരെയും സംശയമില്ല. ഞാൻ എങ്ങനെ സംശയം ഉണ്ടെന്ന് പറയും. പിന്നെ എൻ്റെ ഉള്ളിൽ വേറൊരു കാര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ കേസ് തെളിയരുതേന്നും എനിക്കുണ്ട്. ആ കേസ് തെളിഞ്ഞിട്ടില്ല. കാരണം പാകിസ്ഥാനിലാണ് എൻ്റെ ആരാധകൻ, പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടാണ് എന്നെ ഹാക്ക് ചെയ്തത്. പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്, അതിപ്പോഴും ആ പ്രാർത്ഥന തുടരുകയാണ്, ആ കേസ് തെളിയണ്ട. കാരണം ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയോ അതിൽ പ്രതിയാവരുത്. കാരണം അവർ സ്വമനസാലെ അത് ചെയ്യില്ല. പക്ഷെ ആർക്കെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കാം, ആർക്കും ആവാം. അല്ലെങ്കിൽ പുറത്തുനിന്നൊരാൾക്ക് എന്നോട് യാതൊരു വൈരാഗ്യമില്ല, ആർക്കും ആവാം. പക്ഷെ എൻ്റെ കുട്ടികളാരും, എന്നെ സ്നേഹിക്കുന്ന കുട്ടികളാരും അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് ദേഷ്യമുണ്ടായിരുന്ന കുട്ടികളുണ്ടോ എന്നും എനിക്കറിയത്തില്ല. എങ്ങനെയായാലും ഞാൻ തീരുമാനിച്ചു അതും വേണ്ട, വിട്ടേക്കാം. ഹാക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഒരു ചുരുക്കം. അത് കഴിഞ്ഞു. ഞാൻ മോളെ എങ്ങനെയെങ്കിലും ഡിഗ്രി കഴിഞ്ഞു, അവൾ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് സംഭവബഹുലമായിരുന്നു. കാരണം കുട്ടികൾ എൻ്റെ അടുത്തോട്ട് വരുന്നതിന് ഇങ്ങനെ അവർ മെയിൽ അധ്യാപകരുൾപ്പെടെ ഒരു ദിവസം അഫ്ഷാൻ എന്ന് പറഞ്ഞൊരു കുട്ടി, ഞാൻ ഒരിക്കലും ആ മോളെ മറക്കില്ല. അഫ്ഷാനും തസ്ലിമയും അവർ പുറത്തു നിന്ന് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട്
2 മെയിൽ അധ്യാപകർ ഇങ്ങനെ എന്തിനാണ് ആ കൗൺസിലിംഗ് സെല്ലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവിടെ ആര് കയറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും. അങ്ങനെ കുറേ. അപ്പം എന്നോട് ആ സമയത്തുണ്ടായ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ചില അധ്യാപകർ വന്നിട്ട് നമ്മളോട് പറയും ഇവർക്കൊന്ന് അറ്റൻഡൻസ് കൊടുക്കണമെന്ന് പറയും. ഞാൻ ഇട്ട് കൊടുക്കും. അപ്പം അവർ പറയുന്ന കുട്ടികൾക്ക് നമ്മൾ അറ്റൻഡൻസ് ഇട്ട് കൊടുക്കുന്നു. ചില കുഞ്ഞുങ്ങൾ ഞാൻ അതുവരെ കണ്ടിട്ടേ ഇല്ലായിരിക്കും. അമ്മ കൂലി വേലയാണ്, അച്ഛൻ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുവാണ്, എനിക്ക് വരാൻ പറ്റില്ല മാം, എനിക്ക് ടീച്ചർ സമ്മതിക്കുന്നില്ല എക്സാമിന്, അപ്പം ഞാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ ആലോചിക്കുന്ന വേറൊന്നുമല്ല ഞാൻ കാരണം ഡിഗ്രി ഉണ്ടായിക്കോട്ടെ, ഏത് മോശപ്പെട്ട സാഹചര്യം ആയിക്കോട്ടെ, ഡിഗ്രി കിടന്നോട്ടെ, അവർക്ക് ഒരു അറ്റൻഡൻസിൻ്റെ ബേസിൽ ഡിഗ്രി ഇല്ലാതെ പോലെ ഡിഗ്രി കിടന്നോട്ടെ. അപ്പം ഒരിക്കലും അധ്യാപകർക്കെതിരെ കുട്ടികളെ നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. എനിക്കെതിരെ കുട്ടികളെ തിരിക്കുന്നതല്ലാതെ ഞാൻ അധ്യാപകർക്കെതിരെ ഒരു കുഞ്ഞിനെയും തിരിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിന് ഞാൻ മുതിർന്നിട്ടുമില്ല. അതെനിക്ക് ഭയങ്കര അന്തസ്സോടെ അഭിമാനത്തോടെ എനിക്കത് പറയാൻ പറ്റും. അതിൻ്റെ പൈതൃകമാണ്, അതിൻ്റെ പൈതൃകം തന്നെയാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്, പക്ഷേ അവിടെ ഒരിക്കലും ഒരു അത് നല്ല അവിടെ ആ കാലഘട്ടത്തിൽ പഠിച്ച ചങ്കൂറ്റമുള്ള കുട്ടികൾക്ക് ഓർത്താൽ മനസ്സിലാവും. ഞാനവിടെ പാർട്ടി വെച്ച് കളിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും പാർട്ടി വെച്ച് ഒരു ഇഷ്യൂ ഞാൻ കളിച്ചിട്ടില്ല. ഒരു അധ്യാപകനോ അധ്യാപികക്കെതിരെ ഞാൻ തിരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചത്, ഞാൻ പുറത്തോട്ട് വരാതെ ഞാൻ ഒഴുക്കിയ കണ്ണുനീര് അത് ചില്ലറയല്ലായിരുന്നു, ഒരുപാടായിരുന്നു. നെഞ്ച് പൊട്ടിയിട്ടുണ്ട്. കരച്ചിൽ വന്നിട്ട് നമ്മൾ ഇൻസൾട്ട് ഉണ്ടല്ലോ, അപമാനത്തിൻ്റെ അവഗണനയുടെയും പാരമ്യത്തിൽ നമ്മുടേതല്ലാത്ത കുറ്റത്തിന് ഈ അറ്റൻഡൻസ് ഇട്ട് കൊടുക്കുന്നത്. അഫ്ഷാനും തസ്ലിമയും കൂടെ എന്നെ വിളിച്ച് പറഞ്ഞു മോശം കാര്യങ്ങൾ മാമിനെ പറ്റി പറയുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാർ എന്താ സാറിൻ്റെ പ്രശ്നം, സാർ എന്തിനാ കുട്ടികളെ മുമ്പിച്ചനും? ഞാനങ്ങനൊന്നും പറഞ്ഞില്ല, കല മാം എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞ സാർ കുഞ്ഞുങ്ങൾ കള്ളം പറയത്തില്ല സാർ, കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു. കാരണം കുട്ടികൾ കള്ളം പറയില്ല, കാരണം അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്നേഹമാണ്. കാരണം കാരണം ഈ കുട്ടികളുടെയൊക്കെ പാരൻസ് നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി പറയും നിങ്ങൾ ടീച്ചേഴ്സിനെ കൂടെ നിങ്ങൾക്ക് കൗൺസിലറാണെന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറയും. അതെനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. എന്നിട്ടും അതിനെ മറികടന്ന് അവർക്ക് അത്രത്തോളം ഫീൽ ചെയ്യുന്ന വാക്കുകൾ എന്നെ പറ്റി പറഞ്ഞപ്പോഴാണ് അവരത് എന്നോട് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ എങ്ങനെയൊക്കെയോ എൻ്റെ ഭഗവാനെ ആ ചാപ്റ്ററും ക്ലോസായി. ഞാൻ പിന്നെ തീരുമാനിച്ചു ഇനി ഒരു സ്ഥാപനവുമായിട്ട് എനിക്ക് യാതൊരു രീതിയിൽ ടൈപ്പും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം. കാരണം എനിക്ക് ഞാനായിട്ടേ നിൽക്കാൻ പറ്റൂ. എനിക്കൊരാളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ശരിയെന്ന് തോന്നുന്നത്, ഞാനൊരു പെർഫെക്റ്റ് വ്യക്തിയോ ഒന്നുമല്ല, പക്ഷേ ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ എനിക്ക് പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. അത് എനിക്ക് എൻ്റെ മനസ്സ് കൈവിട്ട് പോയ സമയങ്ങളിൽ ഞാൻ ഒരിക്കലും ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ടില്ല. കാരണം മറ്റൊരാളുടെ ജീവിതവും കൊണ്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, പുഴ ശാന്തമായി സമാധാനമായി ഒഴുകുന്നു. പിന്നെ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ട് കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് കേൾക്കാനുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സന്ധ്യയ്ക്ക് ഒരു ചെറിയ മഴയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പറയാം.